കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ല. സർവ നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെയും ദാതാവാണ് നമ്മുടെ കർത്താവ്. ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ശാശ്വതവാസിയാണ്, സകലത്തെയും കാൽ കീഴാക്കിയവനാണ്, സകലത്തിൻ്റെയും ലാക്കും കാരണഭൂതനുമാണ്. സർവശക്തനാണ് അവിടുന്ന്, സാധ്യമാക്കുന്നവനാണ്, സ്വാന്തനിപ്പിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. സഹായമില്ലാതെ അലയുന്നവരെ സഹായിക്കുന്നവൻ, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ സന്തോഷത്തോടെ നമ്മെ നടത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലാ നാളിലും തിരിച്ചറിയാൻ നമുക്കിടയാവണം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു വരുന്ന നിമിഷങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. ആരിലും നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ഉന്നതനായൊരു ദൈവം ഇന്നും എന്നും 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 നമ്മുടെ കൂടെയുണ്ട്. യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയാണ്. മറ്റൊരുത്ത യഹോവയായ ഞാൻ മറാത്തു. അതുകൊണ്ടാണ് നമ്മൾ മുടിയാഞ്ഞത്, നശിക്കാഞ്ഞത്. പലരും മാറിയപ്പോഴും പലരും മറന്നപ്പോഴും ഇട്ടേച്ചു പോയപ്പോഴും മാറാത്ത ഒരുവൻ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഇറങ്ങി വന്നത് ആരും മറന്നുപോകരുത്. കണ്ടിട്ടും കാണാതെ പോയ ഒത്തിരി സന്ദർഭങ്ങൾ, ഫേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എത്രയോ പേരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ഇവിടെയും കാണുന്ന ഒരുവനുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ അനേകാനുഭവങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം അറിയാവുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. നാം ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ അറിഞ്ഞ, നമ്മെ വിശുദ്ധീകരിച്ച, നമ്മെ നടത്തിയ ദൈവത്തിന് കൊടാനുകോടി സ്തോത്രം ചെയ്യാം. രമ്യാനോട് പറയുകയാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അരുളപ്പാട് എത്രയോ ശ്രേഷ്ഠമാ പ്രിയരെ. അങ്ങനെയെങ്കിൽ നമ്മുടെ നാളുകൾ അതിനെയൊക്കെ ഓർത്ത് നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? നാം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ അറിയുന്ന, നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന, നമ്മുടെ തലമുറകളെ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രഭാതത്തിലും നീട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നീട്ടിയ കരം ആർക്കും തിരിച്ചു മടക്കാൻ പറ്റുന്നതല്ല. ദൈവത്തിൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവരാര്? ദൈവം നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നതാര്? ദൈവത്തിൻ്റെ ആലോചനയെ ദുർബലമാക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ധൈര്യത്തോടെ ഇന്ന് പകൽ നമുക്ക് പറയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എത്ര പേർക്ക് പ്രഖ്യാപനം ചെയ്യാൻ കഴിയും? ഓരോ ദിവസവും
ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം. വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ കർത്താവിനെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നതെന്ന് ശക്തമായൊരു പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവചനം 12:4 വാക്യം. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ, അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ. ഒരു വലിയ ടെസ്റ്റ് മണി ജാതികളുടെ ഇടയിൽ പറയാൻ ദൈവം ഇടയാക്കുകയാണ്. 126 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ഞങ്ങൾ സ്വപ്നം കാണുന്നിട്ട് യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് ജാതികളുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യത്തക്ക രീതിയിൽ ഇനിയും മടങ്ങി വരത്തില്ല, പൊങ്ങി വരത്തില്ല, തീർന്നു, ശത്രു നമ്മുടെ മേൽ ആധിപത്യം നടത്തി, ദൈവം അവരെ മറന്നു കളഞ്ഞു. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിലാണ് പറയുന്നത് ദൈവം വൻകാര്യം. നമുക്കറിയാം, നെഹമ്യാവ് അടിസ്ഥാനങ്ങളിടാൻ ശ്രമിച്ചപ്പോൾ സൻബല്ലത്തും തോബിയാവും തടഞ്ഞു. മതിൽ പണി നിങ്ങൾക്കറിയാം, ഒരു ഘട്ടമായപ്പോൾ പറഞ്ഞു, ഒരു ചെറിയ കുറുക്കൻ കയറിയാൽ ഇത് വീഴും. എന്നാൽ 52 ദിവസം കൊണ്ട് ആ മതിലിൻ്റെ പണി പൂർത്തീകരിച്ചപ്പോൾ സൻബല്ലത്തും അതിൻ്റെ ശക്തികളും പറയുകയാണ്, ഇത് നെഹമ്യാവിൻ്റെ ദൈവത്തിൻ്റെ കയ്യാൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ, നെഹമ്യാവിനെതിരെ നിന്ന ശക്തികൾക്ക് തന്നെ അവരൽപ്പന്മാരായി തോന്നി. പ്രിയരെ, ഇവിടെയും പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. മറ്റൊടുത്ത് പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്ഹാക്ക് കുഴിച്ച കിണർ പലതവണ ഫെലിസ്ത്യ ശക്തികൾ മൂടാൻ തുടങ്ങി. എന്നാൽ ദൈവം ഇട ഉണ്ടാക്കിയപ്പോൾ, ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് അനുകൂലമായി വന്നപ്പോൾ, ദേശത്ത് തന്റെ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ച് രഹബോത്ത് എന്ന് പേരിട്ടപ്പോൾ ഫെലിസ്ത്യർക്ക് മനസ്സിലായി, ഞങ്ങൾ കണ്ടു ഇസ്ഹാക്കേ, നിന്റെ കൂടെ യഹോവ ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ നന്മകൾ മൂടിയ, അപഹരിച്ച, നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താൻ ശ്രമിച്ച, നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും വിശ്വാസ ജീവിതത്തെയും അഭിഷേകത്തെയും ചോദ്യം ചെയ്ത ശക്തികൾ കാണെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ നിങ്ങളുടെ ഒത്തിരി വാക്കുകൾ കേട്ടൊതുങ്ങിപ്പോയില്ലേ? കുരമ്പുകൾ പോലെ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചില്ലേ? ഉണങ്ങാൻ പറ്റാത്ത മുറിവായി മാറിയില്ലേ? ആരും അറിയാതെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ സമയങ്ങൾ ദൈവാത്മാവ് വ്യക്തമായി കാണുന്നു. അവിടുന്ന് വിളിച്ചു പറയുന്നു, ഇതെന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്? അന്നാളിൽ നീ പ്രകാരം പറയും, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും എന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിന് സ്തുതി പറയാൻ, ദൈവത്തെ ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു സമൂഹം. കാരണം ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികൾ അറിയിപ്പീൻ, അവന്റെ നാമം ഉന്നതമായിരിക്കുന്നുവെന്ന് നമ്മൾ പറയാൻ പോയി. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. യഹോവ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ നശിപ്പിക്കപ്പെട്ടത്, ഒതുക്കപ്പെട്ടത്, വേദനിക്കപ്പെട്ടത്, അടയപ്പെട്ടതിന്റെ നടുവിൽ ശ്രേഷ്ഠകരമായി ചെയ്ത ഒരു ദൈവമുണ്ട്. അവിടുത്തെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ അത് ലോകമെങ്ങും പ്രസിദ്ധമാകത്തക്ക രീതിയിൽ നിന്നെ നിന്ദിച്ച്, അപമാനിച്ച്, ആക്ഷേപിച്ച് മാറ്റി നിർത്തിയവർ കാണെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ശ്രേഷ്ഠകരമായ പ്രവർത്തികൾ മറ്റുള്ളവർ കാണും. വിശ്വസിക്ക്. നിന്റെ കണ്ണുനീർ മറ്റാർക്കും അതിന്റെ ആഴം മനസ്സിലായില്ല, പക്ഷേ തുരുത്തി
ഭിത്തിയിലാക്കി വെച്ച ഒരുവനുണ്ട്. അവിടുത്തെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ടച്ച് ചെയ്യുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട്, തകർക്കപ്പെട്ട ഇടത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആദരിക്കുന്നതിനായി സ്തോത്രം. അന്ധകാരം മണ്ഡലങ്ങളുടെ മേൽ ദൈവം ഞങ്ങൾക്ക് ജയം നൽകുമ്പോൾ, ഞങ്ങൾ ആത്മാവിൽ ശക്തരാകുമ്പോൾ, ദുഷ്ടസിംഹാസനങ്ങളുടെ മേൽ ഞങ്ങൾക്ക് കർത്താവെ അധികാരം നൽകുമ്പോൾ, ഒരു ദുഷ്ടശക്തികൾക്കും ഞങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനിടയാവാതെ വണ്ണം അവരുടെ വായ കൊണ്ട് തന്നെ ഞങ്ങൾ വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ ഞങ്ങളെ കർത്താവെ ശക്തീകരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ചില അടയാളങ്ങൾ ചെയ്തിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള ഭുജം വെളിപ്പെടുത്തി ഞങ്ങളെ ആദരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കൃപ വ്യാപരിക്കണം. ദൈവാത്മാവിന്റെ വലിയ ഇടപെടൽ നസറേയേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തി ആദരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തലമുറകൾ വിടുവിക്കപ്പെട്ട, അടഞ്ഞ വാതിൽ തുറക്കട്ടെ. സൗഖ്യവും ദൈവിക സമാധാനം വരട്ടെ. സ്വസ്ഥത വരട്ടെ. നഷ്ടപ്പെട്ട ആത്മീക ബന്ധങ്ങൾ കർത്താവ് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവ് ജനത്തിന് കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അന്നാളിൽ പറയേണ്ടത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കി, അവിടുത്തെ കാര്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ അവിടുന്ന് വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് പോലും വിശ്വസിക്കൂ. ഈ വചനങ്ങളാൽ അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശ്പിച്ചുമേ.